നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് ചില ആളുകൾ ഒരു മുറിയിലേക്ക് കടന്നുവരുമ്പോൾ തന്നെ മറ്റുള്ളവർ അവർക്ക് ബഹുമാനം നൽകുന്നത്, എന്നാൽ മറ്റു ചിലർ എത്രയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്താലും അവർക്ക് അർഹിക്കുന്ന വില സമൂഹത്തിൽ നിന്നും ലഭിക്കാത്തത്? നമ്മളിൽ പലരും ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. മറ്റുള്ളവരെ സഹായിക്കാനും എല്ലാവർക്കും നല്ലത് ചെയ്യാനും നമ്മൾ എപ്പോഴും ശ്രമിക്കാറുണ്ട്. സ്വന്തം കുടുംബത്തിനു വേണ്ടിയും സുഹൃത്തുക്കൾക്കു വേണ്ടിയും എന്തിനേറെ പറയുന്നു, മുൻപരിചയമില്ലാത്തവർക്കു വേണ്ടിപ്പോലും നമ്മൾ നമ്മുടെ സമയവും ഊർജ്ജവും ചിലവഴിക്കാറുണ്ട്. എന്നിട്ടും പലപ്പോഴും നമുക്ക് തിരികെ ലഭിക്കുന്നത് അവഗണന മാത്രമായിരിക്കും. നിങ്ങളുടെ വാക്കുകൾക്ക് ആരും വില കൽപ്പിക്കുന്നില്ല എന്ന് നിങ്ങൾക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ആരും തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് യാതൊരു പ്രാധാന്യവും നൽകുന്നില്ല എന്ന് തോന്നുമ്പോൾ ഉണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ട് വളരെ വലുതാണ്. എന്തുകൊണ്ടാണിങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ കൂടുതൽ നന്മ ചെയ്യുന്തോറും ആളുകൾ നമ്മളെ കൂടുതൽ ഉപയോഗപ്പെടുത്തുകയും പിന്നീട് വലിച്ചെറിയുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇതൊരു ആധുനിക കാലത്തെ മാത്രം പ്രശ്നമല്ല. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ചിരുന്ന മഹാനായ ചാണക്യൻ മനുഷ്യന്റെ ഈ സ്വഭാവത്തെക്കുറിച്ച് വളരെ കൃത്യമായി പഠിക്കുകയും അതിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. മനുഷ്യന്റെ മനഃശാസ്ത്രം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും ഒരു വ്യക്തി എങ്ങനെ പെരുമാറിയാൽ സമൂഹത്തിൽ അയാൾക്ക് ഉന്നതമായ സ്ഥാനവും ബഹുമാനവും ലഭിക്കുമെന്നും ചാണക്യൻ തന്റെ ചാണക്യനീതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സമൂഹത്തിൽ വിലയും സ്ഥാനവും ലഭിക്കുക എന്നത് നമ്മൾ ചോദിച്ചു വാങ്ങേണ്ട ഒന്നല്ല, മറിച്ച് നമ്മുടെ പെരുമാറ്റം കൊണ്ടും വ്യക്തിത്വം കൊണ്ടും മറ്റുള്ളവരെക്കൊണ്ട് തോന്നിപ്പിക്കേണ്ട ഒന്നാണ്. അതിന് നാം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ചെയ്യുന്ന ചില ചെറിയ തെറ്റുകൾ മതി നമ്മുടെ വില പൂർണ്ണമായും ഇല്ലാതാക്കാൻ. എന്നാൽ ചാണക്യൻ പറയുന്ന ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തയ്യാറായാൽ നിങ്ങളെ അവഗണിച്ചവർ പോലും നിങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങും. സമൂഹത്തിൽ നിങ്ങൾക്കർഹിക്കുന്ന വിലയും സ്ഥാനവും ലഭിക്കും. എന്തൊക്കെയാണ് ആ 3 കാര്യങ്ങൾ എന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. ഒന്നാമതായി, നിങ്ങളുടെ രഹസ്യങ്ങളും വ്യക്തിപരമായ കാര്യങ്ങളും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാതിരിക്കുക. നമ്മളിൽ പലർക്കുമുള്ള ഒരു വലിയ ദുശീലമാണ് നമ്മുടെ മനസ്സിലെ വിഷമങ്ങളും നമ്മൾ നേരിടുന്ന പ്രതിസന്ധികളും മറ്റുള്ളവരോട് തുറന്നു പറയുക എന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു വലിയ ആശ്വാസം ലഭിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എന്നാൽ ചാണക്യൻ പറയുന്നത് നിങ്ങളുടെ രഹസ്യങ്ങൾ മറ്റൊരാളോട് പറയുന്ന നിമിഷം മുതൽ നിങ്ങൾ അവരുടെ അടിമയായി മാറുന്നു എന്നാണ്. മനുഷ്യരുടെ സ്വഭാവം വളരെ വിചിത്രവും പ്രവചനാതീതവുമാണ്. ഇന്ന് നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരിക്കുന്ന വ്യക്തി നാളെ നിങ്ങളുടെ വലിയ ശത്രുവായി മാറില്ല എന്ന് യാതൊരു ഉറപ്പുമില്ല. അങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങൾ അവരോട് പറഞ്ഞ നിങ്ങളുടെ ദൗർബല്യങ്ങളും രഹസ്യങ്ങളും അവർ നിങ്ങൾക്കെതിരെ തന്നെ ശക്തമായ ആയുധമായി ഉപയോഗിച്ചേക്കാം. സമൂഹത്തിൽ ബഹുമാനം ലഭിക്കണമെന്നാഗ്രഹിക്കുന്നൊരു വ്യക്തി എപ്പോഴും തനിക്കുള്ളിൽ ഒരു നിഗൂഢത കാത്തുസൂക്ഷിക്കേണ്ടതുണ്ട്. നിങ്ങളെക്കുറിച്ച് എല്ലാം മറ്റുള്ളവർക്കറിയാം എന്ന അവസ്ഥ വന്നാൽ പിന്നെ അവർക്ക് നിങ്ങളോട് യാതൊരു താൽപ്പര്യവും ബഹുമാനവും ഉണ്ടാകില്ല. ഒരു തുറന്ന പുസ്തകം പോലെ ജീവിക്കുന്നത് നല്ലതാണെന്ന് ചിലരെങ്കിലും പറയാറുണ്ട്. എന്നാൽ പ്രായോഗിക ജീവിതത്തിൽ അതൊരു വലിയ മണ്ടത്തരമാണ്. നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള പദ്ധതികൾ, നിങ്ങളുടെ ഏറ്റവും വലിയ ഭയങ്ങൾ എന്നിവയൊന്നും മറ്റുള്ളവർ അറിയേണ്ടതില്ല. ആളുകൾ നിങ്ങളുടെ ദൗർബല്യങ്ങൾ അറിയുമ്പോൾ അവർ നിങ്ങളെ വില കുറഞ്ഞതായി കാണാൻ തുടങ്ങും. നിങ്ങളെ ഒരു ദുർബലനായ വ്യക്തിയായി അവർ മുദ്രകുത്തും. ദുർബലനായ ഒരാളെ സമൂഹം ഒരിക്കലും ബഹുമാനിക്കില്ല. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ ആരോടും പറയരുത്. പകരം നിങ്ങളുടെ പ്രവൃത്തികളിലൂടെ അവർ അത് കാണട്ടെ. വിജയം നേടിയതിനു ശേഷം മാത്രം ആളുകൾ നിങ്ങളുടെ വഴികളെക്കുറിച്ച് അറിയുന്നതാണ് എപ്പോഴും നല്ലത്. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അവരെ കേൾക്കാൻ കൂടുതൽ സമയം കണ്ടെത്തുക. നിങ്ങൾ കുറച്ചുമാത്രം സംസാരിക്കുക. നിങ്ങളെക്കുറിച്ച് കൂടുതലൊന്നും വെളിപ്പെടുത്താതിരിക്കുക. ഈയൊരു ശീലം നിങ്ങളുടെ വ്യക്തിത്വത്തിന് വലിയൊരു കാന്തിക ശക്തി നൽകും. ആളുകൾ നിങ്ങളെ കൂടുതൽ ബഹുമാനിക്കാൻ ഈ ഒരൊറ്റ മാറ്റം തന്നെ ധാരാളമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സ്വന്തം രഹസ്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞത് കാരണം നിങ്ങൾക്കെപ്പോഴെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എപ്പോഴും എല്ലാവർക്കും എന്തിനും ഏതിനും ലഭ്യമാകാതിരിക്കുക എന്നതാണ്. ഇതാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. ആരെങ്കിലും എന്തെങ്കിലും ഒരു സഹായം ചോദിച്ചാൽ സ്വന്തം കാര്യങ്ങൾ പോലും മാറ്റിവെച്ച് ഓടിച്ചെന്ന് സഹായിക്കുന്നവരാണ് നമ്മളിൽ പലരും. ആരെങ്കിലും വിളിച്ചാൽ അപ്പോൾ തന്നെ ഫോണെടുക്കുക, ആരെങ്കിലും കാണണം എന്ന് പറഞ്ഞാൽ സ്വന്തം സമയം കളഞ്ഞും അവരെ പോയി കാണുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അവർക്ക് നമ്മളോട് വലിയ ബഹുമാനം തോന്നുമെന്നാണ്. എന്നാൽ സംഭവിക്കുന്നത് നേരെ മറിച്ചാണ്. ഒരു വസ്തുവിന്റെ ലഭ്യത കൂടുമ്പോൾ അതിന്റെ വില കുറയുന്നു എന്നത് പ്രകൃതി നിയമമാണ്. മനുഷ്യരുടെ കാര്യത്തിലും ഇത് 100% സത്യമാണ്. നിങ്ങളെപ്പോഴും എല്ലാവർക്കും ലഭ്യമാകുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ വില കുറയുകയേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടേതായ ലക്ഷ്യങ്ങളുണ്ട്, നിങ്ങളുടേതായ സമയമുണ്ട് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തമാണ്. എന്തിനും എപ്പോഴും തയ്യാറായി നിൽക്കുന്ന ആളുകളെ സമൂഹം കാണുന്നത് ഒരു പണിയുമില്ലാത്തവർ അല്ലെങ്കിൽ യാതൊരു ലക്ഷ്യവുമില്ലാത്തവർ എന്നാണ്. അതിനാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കരുതെന്ന് പറയാൻ ധൈര്യം കാണിക്കുക.
ആരെങ്കിലും ഒരു സഹായം ചോദിച്ചാൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട ജോലികൾക്ക് ശേഷം മാത്രം അത് ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക. അല്ലാതെ സ്വന്തം കാര്യം മാറ്റിവെച്ച് മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കരുത്. നിങ്ങൾ നിങ്ങളെത്തന്നെ ബഹുമാനിക്കുന്നില്ല എങ്കിൽ മറ്റാരും നിങ്ങളെ ബഹുമാനിക്കാൻ പോകുന്നില്ല എന്നതാണ് സത്യം. നിങ്ങളുടെ സമയത്തിന് നിങ്ങൾ തന്നെ വലിയ വില കൽപ്പിക്കണം. അപ്പോഴാണ് മറ്റുള്ളവരും നിങ്ങളുടെ സമയത്തെ വിലമതിക്കാൻ തുടങ്ങുന്നത്. ചിലപ്പോഴൊക്കെ ആളുകളിൽ നിന്നും അല്പം അകലം പാലിക്കുന്നത് നിങ്ങളുടെ വില വർദ്ധിപ്പിക്കാൻ സഹായിക്കും. എല്ലാവരുടെയും കൂടെ എപ്പോഴും നടക്കുന്നതിനു പകരം അർത്ഥവത്തായ കാര്യങ്ങൾക്ക് മാത്രം നിങ്ങളുടെ സാന്നിധ്യം അറിയിക്കുക. നിങ്ങളില്ലാത്ത സമയത്ത് ആളുകൾ നിങ്ങളുടെ അസാന്നിധ്യം അറിയണം. അപ്പോഴാണ് നിങ്ങളുടെ സാന്നിധ്യത്തിന് വിലയുണ്ടാകുന്നത്. എപ്പോഴും കൺമുന്നിൽ കാണുന്നതിനേക്കാൾ വല്ലപ്പോഴും മാത്രം കാണുന്ന കാര്യങ്ങൾക്കാണ് മനുഷ്യർ എപ്പോഴും പ്രാധാന്യം നൽകുന്നത് എന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു. മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം വൈകാരിക നിയന്ത്രണം സ്വന്തമാക്കുക എന്നതാണ്. പെട്ടെന്ന് ദേഷ്യപ്പെടുക, പെട്ടെന്ന് സങ്കടപ്പെടുക, മറ്റുള്ളവർ എന്തെങ്കിലും പറയുമ്പോഴേക്കും വൈകാരികമായി പ്രതികരിക്കുക തുടങ്ങിയ സ്വഭാവങ്ങളുള്ളവരെ ആരും ബഹുമാനിക്കില്ല. നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കുന്നത് മറ്റുള്ളവരാണെങ്കിൽ നിങ്ങൾ അവരുടെ കയ്യിലെ വെറുമൊരു കളിപ്പാവ മാത്രമാണ്. ഒരാൾ നിങ്ങളെ ഒന്ന് കളിയാക്കിയാൽ നിങ്ങൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ മനസ്സിലേക്കുള്ള താക്കോൽ സ്വന്തമാക്കി കഴിഞ്ഞു എന്നാണ് അതിനർത്ഥം. അവർക്കെപ്പോൾ വേണമെങ്കിലും നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കാനും സങ്കടപ്പെടുത്താനും സാധിക്കും. ഇത്തരം ആളുകളെ സമൂഹം എപ്പോഴും ഒരു തമാശയായി മാത്രമേ കാണുകയുള്ളൂ. എന്നാൽ വൈകാരികമായി സ്ഥിരതയുള്ള ഒരാളെ സമൂഹം എപ്പോഴും ഭയത്തോടെയും ബഹുമാനത്തോടെയുമാണ് നോക്കിക്കാണുന്നത്. ആര് എന്ത് പ്രകോപനമുണ്ടാക്കിയാലും വളരെ ശാന്തമായി അതിനെ നേരിടാൻ നിങ്ങൾക്ക് സാധിക്കണം. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അവിടെ കിടന്നു ബഹളമുണ്ടാക്കുന്നതിനു പകരം മൗനമായിരുന്ന് കാര്യങ്ങൾ വിശകലനം ചെയ്ത് കൃത്യമായ മറുപടി നൽകാൻ നിങ്ങൾക്ക് കഴിയണം. അമിതമായ സന്തോഷം വരുമ്പോഴും അമിതമായ സങ്കടം വരുമ്പോഴും നിയന്ത്രണം വിട്ടു പെരുമാറരുത്. നിങ്ങളുടെ മനസ്സിന്റെ നിയന്ത്രണം എപ്പോഴും നിങ്ങളുടെ കയ്യിൽ തന്നെയായിരിക്കണം. ആരെങ്കിലും നിങ്ങളെ അപമാനിക്കാൻ ശ്രമിച്ചാൽ തിരിച്ചു മോശം വാക്കുകൾ പറയുന്നതിനു പകരം ശാന്തമായ ഒരു ചിരിയോടെ അവരെ അവഗണിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും അത്. നിങ്ങളുടെ ശാന്തത മറ്റുള്ളവരിൽ വലിയൊരു ഭയമുണ്ടാക്കും. ഇയാൾക്ക് എന്തൊക്കെയോ കഴിവുകളുണ്ട്, അതുകൊണ്ടാണ് ഇയാൾ ഇത്രയും ശാന്തനായിരിക്കുന്നത് എന്ന് അവർ ചിന്തിക്കാൻ തുടങ്ങും. മഹാനായ ചാണക്യൻ എപ്പോഴും തന്റെ വികാരങ്ങളെ അടക്കി നിർത്തി ബുദ്ധികൊണ്ട് ചിന്തിക്കാൻ പറഞ്ഞത് ഇതുകൊണ്ടാണ്. ഏതു പ്രതിസന്ധിഘട്ടത്തിലും മനസാന്നിധ്യം കൈവിടാതെ ഇരിക്കുന്നവനാണ് യഥാർത്ഥ നേതാവ്. അങ്ങനെയുള്ളവരെയാണ് സമൂഹം എപ്പോഴും ബഹുമാനിക്കുന്നത്. നിങ്ങളുടെ സന്തോഷവും സങ്കടവും നിങ്ങളുടെ മാത്രം നിയന്ത്രണത്തിലായിരിക്കണം. മറ്റൊരാളുടെ വാക്കുകൾ കേട്ട് തളർന്നുപോകുന്ന ദുർബലനാകരുത് നിങ്ങൾ. ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തിയാൽ സമൂഹത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ബഹുമാനം 10 മടങ്ങ് വർദ്ധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സ്വന്തം രഹസ്യങ്ങൾ സൂക്ഷിക്കുക, നിങ്ങളുടെ സമയത്തിന് വില നൽകുക, വികാരങ്ങളെ പൂർണ്ണമായി നിയന്ത്രിക്കുക. ഈ 3 ചാണക്യതന്ത്രങ്ങൾ ഒരു വ്യക്തിയെ പൂർണ്ണമായും മാറ്റിയെടുക്കാൻ പര്യാപ്തമാണ്. മാറ്റം ഒരു ദിവസം കൊണ്ടുണ്ടാകുന്നതല്ല, നിരന്തരമായ പരിശ്രമത്തിലൂടെ മാത്രമേ നമ്മുടെ വ്യക്തിത്വം മികച്ചതാക്കാൻ സാധിക്കൂ. നിങ്ങൾ നിങ്ങളെത്തന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. നന്ദി.